എന്താ ബ്രോ എന്ത് പറ്റി? ഒന്നുമില്ലടാ, ഒരു ഫയൽ മിസ്സിങ്ങാ. ദീപകേ, നീ ഇല്ലാതെ കമ്പ്യൂട്ടർ ആയാലും യൂസ് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമേ എൻ്റെ ലാപ്പ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഫയല് ഇതിലോട്ട് മാറ്റിയായിരുന്നു. ഫയലൊക്കെ മാറ്റിയായിരുന്നു. ഞാൻ അറിയാതെ ഒന്ന് മാറാമോ? ഫയല പറ, നീ ഡിലീറ്റ് ചെയ്തോ? എടാ, എത്ര സീരിയസ് ആയിട്ടുള്ള ഫയലാ. എവിടെടാ ഫയല്? അതൊക്കെ ശരിയാണ്. നിങ്ങൾ AL പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡീൽ ഉറപ്പിച്ചത്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഷെയറിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ ഷെയറിൻ്റെ ഹാഫ് പോലും ചോദിച്ചിട്ടില്ല. നിങ്ങൾ തരാമെന്ന് പറഞ്ഞതിന് 10 lakhs അഡീഷണലേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അതിന് തന്നില്ല എന്ന് വെച്ചാൽ ഞാനത് എത്തേണ്ടവരുടെ കയ്യിൽ തന്നെ എത്തിക്കും. അതിലൊരു സംശയമില്ല. എന്തായാലും ഞാൻ നമ്മുടെ അടുത്ത അപ്കമിങ് പ്രോജക്റ്റിൻ്റെ കുറച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പ്രൈവറ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ലൈഫ് തന്നെ മാറാൻ പോകുന്ന ഫയലാ. വളരെ ഇമ്പോർട്ടൻ്റ് ഫയലാ. ദീപക്കെ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കമ്പ്യൂട്ടർ ലോക്ക് ആക്കിയിട്ടേ പോകാവുള്ളെന്ന്. എടാ, നിന്റെ പ്രൊഫഷണലിസം കണ്ടിട്ട് ഞാനല്ലടാ നിനക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നെ. എന്റെ ബ്രോ, ഇതിനകത്ത് ഫയലുള്ള കാര്യം എനിക്കറിയത്തില്ല. എടാ, ഇതിന്ന് പിന്നെ എങ്ങനെയാടാ ഈ ഫയൽ ലീക്ക് ആവുന്നേ? ഞാൻ പുറത്തോട്ട് വന്നു, ഷൂട്ട് ചെയ്യുന്നു, വരുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇതിനല്ലാതെ എനിക്ക് കമ്പ്യൂട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എടാ, ഇതിന്ന് എങ്ങനെയാ നിന്റെ അറിവില്ലാതെ ഫയൽ മിസ്സാവുന്നേ? അതെനിക്കറിയത്തില്ല. കമ്പ്യൂട്ടർ ഫയൽ മിസ്സാവുന്നത് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നീയല്ല, ആരാന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാടാ എടുത്തേ? എന്തിനാ എടുത്തേ? അതെന്നാടാ എനിക്കെടുത്താ കുഴപ്പം? നീ ഉടായ്പായിട്ടല്ലടാ അതെടുത്തത്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ ആ ഫയൽ. അതാടാ, ഞാൻ ഉടായ്പ തന്നെയാ. ചെറ്റത്തരം കാണിക്കുന്ന അതിലുണ്ട്. നീ ചെറ്റത്തരം പറയുന്നോടാ, ഞാൻ പറയുന്നോടാ നാറി. അതാടാ, ഞാൻ ഇനിയും ചെയ്യോടാ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ, ആ ഫയലിനെ കുറിച്ച് നിനക്ക് അറിയാമെങ്കിൽ നീ എന്നോട് ഈ വർത്താനം പറയുക. അറിയാവോ? ഞാനാണോടാ ചെറ്റത്തരം കാണിച്ചത്? നീ ഇന്ന വരെ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടോടാ ഈ വീടിന് വേണ്ടി? ഞാനിരിക്കുന്നോടാ ചെച്ചേ. നീ കളിക്കല്ലേ. നിനക്ക് അതിന്റെ മൂല്യം അറിയത്തില്ല. ആർക്കാടാ ഫയൽ വിറ്റേ? ഞാൻ ഉള്ള പോകുന്ന കേസാടാ. നീ പോയ എനിക്കെന്നാടാ? നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എന്നെയോ? നീ കൈയെടുത്ത് നീ കളിക്കുന്നോളോ? കോള് വരുന്നു. ഫയലൊക്കെ വേണ്ട, ഞാൻ തരാം. ഹുസൈനോ? ആരാടാ അത്? ഹലോ, നിനക്കിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ചെയ്തു
നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ആ ഫയൽ നശിപ്പിക്കരുത്. അതെനിക്ക് വേണ്ടപ്പെട്ട ഫയലല്ല. പൈസ ഞാൻ തരാം. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട്, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടും കുറേ കാലമായി. എവിടെ ഇപ്പോൾ നിൽക്കുന്നത്? നീ വാ, ഇതിനിപ്പോൾ പൈസ കിട്ടും. നീ എവിടെയാണോ ഫയൽ കൊണ്ട കൊടുത്തേ? 6 രൂപയിലാണ് കൊണ്ട കൊടുത്തേ. അവൻ അവിടെ വരുമെന്നാ പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ കയ്യിലില്ല. ഞാൻ കൊടുത്തത് വേറൊരുത്തൻ്റെ ഇല്ല, പക്ഷെ കിട്ടിയത് ഹുസൈൻ്റെ ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആ ഫയൽ വേണം. എത്ര കഷ്ടപ്പെട്ടാണല്ലോ എനിക്ക് ആ ഫയൽ വേണം. അറിയാമോ നമ്മളെയൊക്കെ? എടാ ഈ സമയത്ത് ഇങ്ങനെ കാണിക്കലടാ. എങ്ങനെ മറക്കാനല്ലേ? 2 വർഷം നീ നോക്കിച്ചില്ലേ? അടി എൻ്റെയും അവൻ്റെയും ലൈഫിൽ ബാധിക്കുന്ന കേസായത്. എന്നതാ ബാധിക്കുന്ന കേസ്? അപ്പം എൻ്റെ ലൈഫിൽ നീ ഉണ്ടാക്കിയ കേസോ? അതിന് നിനക്ക് പകരം വെക്കാൻ പറ്റുമോ? എന്തേലും ഒരു ചെറിയ കാര്യം പറ്റത്തില്ലല്ലോ. ഇതിൽ എന്നെ അത്രയ്ക്ക് ഇരിക്കുന്നത്? ഞാൻ നോക്കിയപ്പോൾ ഒരു തേങ്ങയും കണ്ടില്ല. അതിന് മാത്രം എന്തെങ്കിലും ഉണ്ട്. ഇതാരാ അടിക്കാൻ വിളിച്ചോണ്ടെന്നാണോ? അടിച്ചിട്ട് പോവോ? ഞാൻ ഈ ഫയൽ മേടിച്ചെന്ന് ഈ ഫയലാണെന്നും എനിക്ക് നീ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ശരി, ഇത് കൊടുത്ത പൈസ കിട്ടുമോ? കിട്ടും. എപ്പോഴത്തേക്ക് തരാൻ പറ്റും? ഇതല്ലേ പെൺഡ്രൈവ്? അതിന് മാത്രം എന്തോ ഉള്ള എനിക്കറിയത്തില്ല. പക്ഷേ നാളെ ഇല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നീ വേറെ വിവരം വരും. എപ്പോഴും പറയുന്ന പോലെ ആയിരിക്കത്തില്ല. ഹലോ, നിങ്ങളുടെ ഫയല് കമ്പനിക്ക് ഒരാൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ. അതെങ്ങനെ? അങ്ങനെ വരാൻ വഴിയില്ല. എന്താണേലും കമ്പനിക്ക് ഫയൽ കിട്ടുന്നുണ്ട്. എനിവേ, താങ്ക് യു ആസിഫ്. ഹലോ, നിങ്ങൾ AL പ്രൈവറ്റ് കമ്പനിയല്ലേ? നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഫയൽ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആസിഫിന് എത്ര രൂപ കൊടുക്കുന്നോ അതിനും താഴെ എനിക്ക് തന്നാൽ മതി. ശരി, നിങ്ങൾ ആരാണ് ഈ വിളിക്കുന്നത്? ഞാൻ ആരാണെന്ന് ഇപ്പോൾ അറിയേണ്ടത് നിങ്ങൾക്ക് ഫയൽ കിട്ടേണ്ട സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയിരിക്കും. ശരി, നമുക്കിത് ഫോണിലൂടെ സംസാരിക്കണ്ട. ലൊക്കേഷൻ തരാം, നേരിട്ട് സംസാരിക്കാം. എവിടെയാണെന്ന് വരുമ്പോൾ എന്നെ അടുത്ത് വിളിച്ചാൽ മതി, ഞാൻ വരാം. ശരി, ഞാൻ ഈ നമ്പറിൽ ലൊക്കേഷൻ അയച്ചേക്കാം. നീ എവിടെ പോയടാ? ഞാൻ ഫോൺ ചാർജിലായിരുന്നു. ആ ശരി, എല്ലാം പറഞ്ഞ പോലെ.
പെൻഡ്രൈവിലെ ഫയല് എട്ടേൻ്റെ അടുത്ത് എത്തി. ആസിഫേ, നീ ഇത് പ്രതീക്ഷ കാണത്തില്ല. ഇനി എൻ്റെ ടൈമാണ്. ഇനി എന്നെ ആരും തപ്പണ്ട. ഞാൻ പോവാം. ഗുഡ് ബൈ.